ഗവർണർമാരുടെ ചൂരൽമല ഉരുൾപൊട്ട ദുരന്തഭൂമി സന്ദർശന വേളയിൽ വാടകയ്ക്കെടുത്ത വാഹനങ്ങൾക്ക് സർക്കാർ പ്രതിഫലം നൽകുന്നില്ലെന്ന് പരാതി ഉയരുന്നു. ഒരു കൊല്ലമായി ഡ്രൈവേഴ്സ് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. എന്നാൽ തുക അനുവദിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണെന്നാണ് വയനാട് ജില്ലാ കളക്ടറുടെ വിശദീകരണം. ദുരന്ത നിവാരണ അതോറിറ്റിൻ്റെ ഓഫീസിലായിരുന്നു ബില്ല് കൊടുത്തിരുന്നത്. അവിടുന്ന് വിവരമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കലക്ടർക്ക് ഒരു പരാതി കൊടുത്തു. കലക്ടർ പറഞ്ഞത് ആഭ്യന്തര വകുപ്പാണ് തരേണ്ടതെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു ലെറ്റർ തന്നു, ഞങ്ങൾക്കും തന്നു. പിന്നെ നിരന്തരം ഞങ്ങൾ കോഴിക്കോട് കമ്മീഷൻ ഓഫീസിൽ ഇങ്ങനെ പോകും. അവിടെ നിന്ന് അന്വേഷിച്ചിട്ട് അവർ പറയും ഫയൽ തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇതുവരെ ആയിട്ട് ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഒരു വർഷമാവാറായി. ഞങ്ങൾ 4 വണ്ടിയുണ്ട്. ഒരു വണ്ടിക്ക് 10,000 രൂപയോളം കിട്ടാനുണ്ട്. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ചൂരൽമല ദുരന്തം അതിൻ്റെ 1ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ആ സമയത്ത് 4 ഗവർണർമാർ ഒരുമിച്ച് ചൂരൽമലയിൽ എത്തിയപ്പോൾ അതിന് അവർക്ക് അകമ്പടിയായി അവർക്കൊപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം വഹിച്ചുകൊണ്ട് അവിടേക്ക് എത്തിച്ചേർന്ന ടൂറിസ്റ്റ് വാഹന ഓപ്പറേറ്റർമാർക്കാണിപ്പോൾ ഒരു വർഷമായിട്ടും അതിൻ്റെ തുക നൽകാതെ അവർ ഈ സർക്കാർ ഓഫീസുകൾ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. അവരെ വിളിച്ചത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. MVD ആണ് അവരെ വിളിച്ച് ഇത്തരത്തിൽ വാഹനങ്ങൾ വേണം എന്ന് ആവശ്യപ്പെടുന്നത്. സാധാരണ ടൂറിസം വകുപ്പാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അവരുടെ കൈവശം മതിയായ വാഹനങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് പുറത്ത് നിന്ന് ഹയർ ചെയ്യുന്നത്. ആ തരത്തിൽ ഹയർ ചെയ്ത 4 വാഹനങ്ങൾ കോഴിക്കോട് നിന്ന് ഈ ഉദ്യോഗസ്ഥരെയും കൂട്ടി വയനാട്ടിൽ പോകുന്നു. തുടർന്ന് ആ ദിവസം ആകെ അവിടെ ചിലവഴിക്കുന്നു. നമുക്കറിയാം ഈ ചുരൽമല ദുരന്ത കാലത്തെ ആ മേഖലയിലൂടെയുള്ള യാത്രയൊക്കെ എത്രത്തോളം ദുഷ്കരമായിരുന്നുവെന്ന്. ശക്തമായ കാറ്റിലും മഴയിലുമൊക്കെ ഈ ഉദ്യോഗസ്ഥർക്കൊപ്പം നടന്ന് അവിടെ സഞ്ചരിച്ച് അവരെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തിരികെ അവരെ വിമാനത്താവളത്തിൽ ഇറക്കി വിട്ട ഡ്രൈവർമാർക്ക് ഇതുവരെ അതിൻ്റെ പണം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷമായി അവരെ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. കളക്ടറുടെ ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ ഇത് ആഭ്യന്തര വകുപ്പാണ് പണം നൽകേണ്ടത്. ആഭ്യന്തര വകുപ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വൈകാതെ പണം കിട്ടുമെന്നാണ് അവർക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി അത് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ഈ ചൂരൽമല ദുരന്തത്തിൻ്റെ 1ാം വർഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ തുക ലഭിച്ചിട്ടില്ല. ഇതൊരു വലിയ തുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരിക്കെ പോലും സാധാരണക്കാരായിട്ടുള്ള അന്നത്തെ അധ്വാനിക്കുന്ന പണം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധി തന്നെയാണ്. അവർ പറയുന്നത് വീണ്ടും ഞങ്ങൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോൾ പോകാൻ ഞങ്ങൾക്ക് ഭയമാണ്. കാരണം പണം കിട്ടുന്നില്ല എന്നുള്ളൊരു പരിമിതിയാണ് അവർ പങ്കുവെക്കുന്നത്. നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പിരിച്ച കോടികളുണ്ട്. അത് പല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പോലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ അതിന് കാര്യമായ ഗൗരവം അതിന് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും തങ്ങളുടെ പണം എങ്ങനെയെങ്കിലും ഒന്ന് ലഭ്യമാക്കി തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെ ഈ ഡ്രൈവർമാർ സമീപിച്ചതും അവരുടെ വാർത്ത നമ്മളിപ്പോൾ അധികാരികൾക്ക് മുന്നിലേക്ക് വെക്കുന്നതും. ആഭ്യന്തര വകുപ്പാണ് ഈ പണം നൽകേണ്ടത് എന്നുള്ളതാണ് നിലവിൽ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം.